ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നത് അർമാഫിൻ്റെ ക്ലബ് ഡെ നോയി ഇൻറ്റൻസ് മാൻ പ്യുവർ പെർഫ്യൂം. ഓക്കെ, ഇതിൻ്റെ EDT ഉണ്ട്, EDP ഉണ്ട്, അതേപോലെ ലിമിറ്റഡ് എഡീഷനിൽ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് പ്യുവർ പെർഫ്യൂം. ഓക്കെ, ഇത് ക്രീഡ വെനസിനെ ഇൻസ്പയർഡ് ആയിട്ട് ഗ്ലോബലി ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഓക്കെ, അപ്പോൾ ക്രീഡ വെൻഡസ് എന്താണെന്ന് അറിയാത്തവർക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ തരാം. 2010 ക്രീഡ വെൻഡസ് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പുലർ ക്രീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പുലർ ഹൗസ് നിന്ന് ക്രീഡ വെൻഡസ് ലോഞ്ച് ആയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കമ്മ്യൂണിറ്റിയിൽ. നല്ല സ്മെല്ലായിരുന്നു ക്രീഡ വെൻഡസ്. ഞാൻ സ്നിഫ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം, എക്സ്പീരിയൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രീഡ വെൻഡസ് 2010 ലോഞ്ച് ആക്കിയ ശേഷം പിന്നെ ബിഫോർ ക്രീഡ്, ആഫ്റ്റർ ക്രീഡ്, അങ്ങനെയായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ, അതായത് BCAC അത്രത്തോളം 2010 മുന്നുള്ളത് ബിഫോർ ക്രീഡ്, 2010 ശേഷം ആഫ്റ്റർ ക്രീഡ്, അത്രത്തോളം പോപ്പുലാരിറ്റി, ഗ്ലോബലി റെക്കഗ്നിഷൻ, കോംപ്ലിമെൻറ്റ്സ് ഫാക്ടർ, ഓൾ സീസൺ ഫ്രാഗ്രൻസ്, അങ്ങനെ ചിലർ കിങ് ഓഫ് പെർഫ്യൂംസ് തന്നെ ക്രീഡിനെ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ മണം ഇന്നും കിരീടം വെക്കാത്ത രാജാവ് എന്ന് പറഞ്ഞ പോലത്തെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള സൂപ്പർ മണമാണത്. പിന്നെ അതിനെക്കുറിച്ചിട്ട് എങ്ങനെ നോട്ട്സ് വരിക, ഏത് രൂപത്തിലാണ് എൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരാം. 2010 ക്രീഡ് ലോഞ്ചായി. എല്ലാ റിവ്യൂവേഴ്സും, ഗ്ലോബലിലുള്ള റിവ്യൂവേഴ്സും ഒക്കെ അതിന് ഭയങ്കര ഹൈപ്പ് കൊടുത്തു. അത് പെർഫ്യൂം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയി. പിന്നെ അതിനുശേഷം അത് ക്രീഡ് ഒരു നീഷ് ബ്രാൻഡാണ്. ഡിസൈനർ പെർഫ്യൂംസിലും കുറച്ചൊക്കെ വന്നു. ബ്ലൂ ഡി ഷനേൽ 2010 ലോഞ്ച് ആയതാണ്. ബ്ലൂ ഡി ഷനേൽ വന്നു, ഡിയോർ സവാഷ് വന്നു, YSLY EDP വന്നു. ഇവരൊക്കെ പെർഫ്യൂം കമ്മ്യൂണിറ്റിയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പക്ഷെ ക്രീഡിനോടാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇന്നും കിരീടം വെക്കാത്ത രാജാവ് ക്രീഡ വെൻഡസ് എന്നാണ് അതിൻ്റെ കിടപ്പ്, കാര്യങ്ങളുടെ കിടപ്പ്. ഒരു ശബ്ദം. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ക്രീഡ വെൻഡസ്. ക്രീഡ വെൻഡസിന് 2010 ലോഞ്ചായ ശേഷം ക്രീഡ വെൻഡസിൻ്റെ പല റീഫോർമുലേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലത് നെഗറ്റീവായിട്ട് ബാധിച്ചു, ചിലത് പോസിറ്റീവായിട്ട് ബാധിച്ചു. അങ്ങനെ അപ്പം അതാണ് ക്രീഡ വെൻഡസിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ഇത് അർമാഫ് ക്ലബ് ഡെ നോയി. ഇത് 2016 ആദ്യമായിട്ട് EDT അർമാഫിൻ്റെ എത്രയെന്നുള്ളത് 2016 അർമാഫിൻ്റെ EDT ലോഞ്ച് ആയിട്ടുള്ളത്. അന്ന് ക്രീഡ വെൻഡസിൻ്റെ ആൾക്കാർ, ഫാൻസ് EDT സെയിം ടു സെയിം 1-to-1 ക്ലോൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടാക്കി. അപ്പോൾ EDT അന്ന് 2010 ഇറങ്ങിയ EDT ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ അറിഞ്ഞിടത്തോളം കേട്ടിടത്തോളം അത് ബീസ്റ്റായിരുന്നു. അത് ന്യൂക്ലിയർ പ്രൊജക്ഷനും മാരക പെർഫോമൻസൊക്കെ ഉള്ള ഒരു പെർഫ്യൂമാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതും ഈ അർമാഫും റീഫോർമുലേറ്റഡ് ആയി. പിന്നെ അവരുടെ EDT പഴയ പോലത്തെ പ്രൊജക്ഷനോ, പഴയ പോലത്തെ ആ പ്രൊജക്ഷനോ അതിൻ്റെ പെർഫോമൻസോ ഒന്നും പഴയ പോലെ കിട്ടിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അത് 2018 പ്യുവർ പെർഫ്യൂം ലോഞ്ചായി. അങ്ങനെ ഞാനിത് 2021 ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ത്യ ബോട്ടിൽ കഴിഞ്ഞു ബേസിക്കലി. അപ്പോൾ ഞാനത് 1-2 മാസം ഉപയോഗിച്ചു. പിന്നെ അതിൻ്റെ അനിയന് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രീഡ വെൻഡസ് ഇത് വാങ്ങിച്ച ശേഷമാണ് ഞാൻ ക്രീഡ വെൻഡസ് സ്നിഫ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് പറഞ്ഞുതരാം എന്താ എൻ്റെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന്. അങ്ങനെ നമുക്ക് ഈ കന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും ഇത് വെച്ചിട്ടുള്ള കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അങ്ങനെയാണ് ഇതും ക്രീഡ വെൻഡസിൻ്റെ ലോഞ്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉള്ളത്. ക്രീഡ വെൻഡസിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോക്കി പൈനാപ്പിൾ ബെർഗമോട്ട് വൈബിലാണ് വരിക. ആദ്യമായിട്ട് അടിക്കുമ്പോൾ ഒരു ബെർഗമോട്ട് ലെമൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് ആദ്യം നല്ല പ്രൊജക്റ്റ് ചെയ്യും. ഓപ്പണിംഗ് നോട്ട്, പിന്നെ ടോപ്പ് നോട്ട്, അങ്ങനെയാണ് വരിക. മിഡിൽ നോട്ടും ബേസ് നോട്ടൊക്കെ പൈനാപ്പിളിൻ്റെ കറക്റ്റ് പൈനാപ്പിൾ, അങ്ങനെ ഫ്രൂട്ടി പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ് വരിക. ക്രീഡ വെൻഡസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് റെസ്പോൺസാണോ കിട്ടുക, എന്ത് കോംപ്ലിമെൻ്റ് ആണോ കിട്ടുക, എന്ത് കൺസിഡറേഷനാണ് ആളുകളിൽ നിന്ന് കിട്ടുക, അതൊട്ടും ചോരാണ്ടേ
ഇതിലും കിട്ടും. കോംപ്ലിമെൻറ്റ് ഫാക്ടർ, പിന്നെ ബീസ്റ്റ് മോഡ്, പ്രൊജക്ഷൻ, പ്യുവർ പെർഫോമോട്ടാണ് ഞാൻ പറയുന്നത്. ആ വിഷയത്തിലൊക്കെ ഇതൊരു 1.5 മുതൽ തന്നെയാണ്. ഇത് വർത്ത് പ്രൈസാണിത്. ഇതും ക്രീഡാവൻഡേഴ്സിനെ പോലെ പൈനാപ്പിൾ ബർഗമോട്ട് ഓപ്പണിംഗ് ആണ് വരിക. പക്ഷേ ക്രീഡാവൻഡേഴ്സിൽ എന്താ പറയുകയാണെങ്കിൽ അതിൻ്റെ റീഫോർമുലേഷൻസ് വന്നപ്പോൾ ചില ബാച്ചസ് അവർ പൈനാപ്പിൾ ഫ്രൂട്ടി ഓപ്പണിംഗ് നോട്ട് കൊണ്ടുവന്നു, ചില ബാച്ചസ് പൈനാപ്പിൾ സ്മോക്കി ഓപ്പണിംഗ് നോട്ട് കൊണ്ടുവന്നു. പക്ഷേ DNA സിമിലർ ആയിട്ട് വന്നു. ഞാൻ സ്നിഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്യുവർ പൈനാപ്പിളിൻ്റെ ക്രീഡാവൻഡേഴ്സിൻ്റെ സ്മോക്കി ഫ്ലേവർ വരാത്തത് പൈനാപ്പിൾ ഫ്രൂട്ടി വൈബിൽ പോകുന്നതാണ് ഞാൻ സ്നിഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് വിസിൻ്റെ സമയത്ത് ഒരു അമേരിക്കൻ മല്ലു കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ എന്തോരം 1.5 സാധനമാണ് അടിച്ചിട്ടുള്ളത്. ഞാൻ മല്ലു പറഞ്ഞു. അപ്പോൾ സംസാരിച്ച് ഞങ്ങൾ സിങ്കായി. ഞാൻ വെറുതെ മിഷേർട്ട് നല്ല സ്മെല്ലാണല്ലോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ക്രീഡാവൻഡേഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഫോർച്യുനേറ്റ്ലി ആളുടെ ബാഗിൽ ക്രീഡാവൻഡേഴ്സ് ഉണ്ടായിരുന്നു. ഞാനത് അടിച്ചു, അത് എക്സ്പീരിയൻസ് ചെയ്ത് സ്നിഫ് നോക്കി. അങ്ങനെ അന്ന് ഞാൻ ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ക്രീഡാവൻഡേഴ്സിൻ്റെ സെൻ ബബിൾ അതൊരു 1.5 സെൻ ബബിളായിരുന്നു. നമ്മളാളുടെ ആ ഒരു ടെറിട്ടറിക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് ആ സെൻ ബബിൾ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അത്രത്തോളം എൻജോയബിൾ ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള, റിഫൈൻഡ് ആയിട്ടുള്ളൊരു വൈബായിരുന്നു. ആളുടെ 2021 ബാച്ചായിരുന്നു. ഞാൻ ബാച്ച് കോഡൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പുതിയ ബാച്ചാണ്. പിന്നെ ഞാൻ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തു. ഒരു 12 മണിക്കൂർ ലോങ്ജിവിറ്റി കിട്ടി. പ്രൊജക്ഷൻ ഒരു 2-3 മണിക്കൂർ പ്രൊജക്ഷൻ കിട്ടി. പക്ഷേ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ പ്രൊജക്ഷൻ അല്ല, പക്ഷെ നല്ല സെൻ ബബിൾ ഉണ്ട്. നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്ക് നമ്മളെ നല്ല ഫ്രാഗ്രൻസ്, ഒരു ലക്ഷറി സ്മെൽ അവർക്ക് ഫീൽ ചെയ്യും. അതും ഭയങ്കര നാച്ചുറൽ വൈബിൽ. അതായിരുന്നു ക്രീഡാവൻഡേഴ്സ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാലും ഓപ്പണിങ് ഒരു ബോംബാണ്. നമ്മൾ പോകുന്നിടത്തേക്കും വരുന്നിടത്തേക്കും നമ്മൾ ഇരുന്നിടത്തൊക്കെ ഇതിൻ്റെ മണം അവിടെ നിൽക്കും. ഇത് ഇതിൻ്റെത് UAE വേർഷനാണ്. ഇതിൻ്റെ ഫ്രാൻസും മെയ്ഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. UAE വേർഷനാണ് ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനത് വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ നമുക്കിതിലൊരു ഖേദകരം ഉണ്ടായിട്ടില്ല. 1.5 പെർഫോമൻസാണ്. ഇത് എപ്പോഴൊക്കെ അടിച്ചു ഞാൻ ഓഫീസിൽ എനിക്ക് കോംപ്ലിമെൻറ്റ് ഫാക്ടർ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ടീം ലീഡൊക്കെ ഖുഷ്ബു ഗയാ അങ്ങനെയാണ്. ഇതടിച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി അവരത് പറയും. അപ്പോൾ ഇത് കോംപ്ലിമെൻറ്റ് ഫാക്ടർ, ഇത് ക്രീഡാവൻഡേഴ്സിൻ്റെ അതേ വൈബിൽ തന്നെയാണ്, അതേ സ്മെല്ലിൽ തന്നെയാണ് വരും. പക്ഷേ ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ട് 2 മാസം ഞാൻ ഉപയോഗിച്ചു. പിന്നെ അതിൻ്റെ അനിയന് കൊടുക്കുക ചെയ്തു. പക്ഷേ അതിനൊരു സ്പെസിഫിക് കാരണം ഉണ്ടായി. ഇതിൽ ഓപ്പണിങ് ക്രീഡാവൻഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർ നാച്ചുറലായിരുന്നു. ഇത് ഭയങ്കര സിന്തറ്റിക്കാണ്. ആ ഒരു ക്യാച്ച് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ 4500 4700 ഒറ്റ രൂപ പൈസ ഇതിനുണ്ട്. പക്ഷേ ഇതൊരു 18 മണിക്കൂറും മുകളിൽ ലോങ്ജിവിറ്റി, ഒരു 2 feet 3 feet, ഭയങ്കര പ്രൊജക്ഷൻ, നല്ല സെൻ ബബിള്, സെൻ ട്രെയില്. ക്രീഡാവൻഡേഴ്സിൽ ഇപ്പോൾ ഒറിജിനൽ ഞാൻ അന്ന് സ്നിഫ് ചെയ്ത ക്രീഡാവൻഡേഴ്സിൽ ഇതിൻ്റെ പകുതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഇത് സിന്തറ്റിക്കാണ്, അത് നാച്ചുറലാണ്. അതിൻ്റെ സ്നിഫ് കുറച്ചും കൂടി റിഫൈൻഡും സ്മൂത്തും എൻജോയബിളും ആയിരുന്നു. ഇതങ്ങനെയല്ല. ഇത് സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രീഡാവൻഡേഴ്സിനാണ് വൈബ് വരിക. പക്ഷെ എങ്ങനെ ഞാൻ പറഞ്ഞൊപ്പിക്കും, ഒരു 90 ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും. നമുക്ക് അങ്ങനെ പറഞ്ഞു നോക്കാം. നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് കിട്ടില്ല നമ്മൾ സ്നിഫ് ചെയ്ത് കഴിഞ്ഞാൽ. ക്രീഡാവൻഡേഴ്സ് സ്നിഫ് ചെയ്ത ശേഷമാണ് പിന്നെ അത് സ്നിഫ് ചെയ്തപ്പോഴാണ് ആ ഫുൾഫിൽമെൻറ്റ് ഫാക്ടർ വരാത്തത്. കാരണം ക്രീഡാവൻഡേഴ്സ് അത്രയും സ്മൂത്താണ്. ഡീപ്പ് സ്നിഫ് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര പ്ലഷറും എൻജോയബിളാണ്. പക്ഷേ ഇതിൽ ആ ഒരു ഫാക്ടർ, ആ സ്മെല്ലും ആ ഫ്രാഗ്രൻസും അവിടെ ഉണ്ട്. പക്ഷേ ഡീപ്പ് സ്നിഫൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രാഗ്രൻസ് നമുക്ക്
ഫുള്ളായിട്ട് നമ്മുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ശേഷിയില്ല, ആ ഒരു കാപ്പബിലിറ്റി ഇതിനില്ല. ഓക്കെ, പക്ഷെ ക്രീഡാവണ്ടേഴ്സിന് എന്താണോ ആൾക്കാർ നമുക്ക് കിട്ടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ 2 ഇരട്ടിയായിട്ട് ചിലപ്പോൾ ഇതൊന്നും കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വാങ്ങിച്ചോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, കോംപ്ലിമെൻറ്റ്സ് ആണോ അല്ലെങ്കിൽ ഒരു ഓൾ പർപ്പസ് പെർഫ്യൂമാണോ, ഇതിന് പറ്റും. ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.